എനിക്ക് നിങ്ങളുടെ ഇത്ര പേരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ തല ഉയർത്തി നെഞ്ചും പിരിച്ച് നിന്ന് നിൽക്കുന്നത് അത് കാരണമാണ്. അത് എൻ്റെ ക്യാരക്ടർ ഇതാണ്. അപ്പം ഇത് ജനങ്ങൾ കാണുക, ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ പ്രയോറിറ്റി ഞാൻ സക്സസ് ആയി എന്നുള്ളത്. സക്സസ് ആയതില്ല. പിന്നെ വൈൽഡ് കാർഡ് എൻ്റർ കയറുന്നതിന് മുന്നേ ഡിഡ് യു ഹാവ് എനി അജണ്ട? ഇങ്ങനെയാണ് കളിക്കണം, അങ്ങനെ കളിക്കണം, അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. ഞാൻ ആദ്യം നമ്മൾക്ക് ഈ ഗെയിം തുടങ്ങുന്നതിന് എല്ലാവരും പറയും ഭയങ്കര പ്ലാനിങ് ആണ്. അപ്പോൾ ഞാൻ വെച്ച് ഗെയിം എന്തായാലും വൈൽഡ് കാർഡ് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. പക്ഷേ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ജനങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണ്, നമ്മളായിട്ട് നിന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ഉള്ളൂ. അതെ, യെല്ലോ കാർഡ് കിട്ടിയതിന് ശേഷം ഒരു സൈലന്റ് ആയിട്ടുള്ള ഗെയിമാണല്ലോ, അത് ബാധിച്ചോ? അല്ല, എനിക്ക് അങ്ങനെ ബാധിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നല്ലോ. ബാധിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നേ അതിൻ്റെ പുറത്ത് പോയേനെ. ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് നിന്നു. ഞാൻ ഇവിടെ വരെ വന്നു, ടോപ്പ് 5 വരെ വന്നില്ല. അപ്പം അത് ബാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ചലഞ്ചസ് ഒക്കെ വന്നപ്പോൾ ചലഞ്ചസ് ആ സമയത്ത് എനിക്കൊരു ഭയങ്കര സ്ട്രെസ്സൊക്കെ കയറിയിട്ട് ഭയങ്കര പ്രഷർ കയറി നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വയ്യാണ്ടായി കുറച്ച്. അപ്പോൾ ഞാൻ ആ ഒരു ഒന്ന് ഡൗണായി. ആ സമയത്ത് നല്ലോണം ഡൗണായി. നല്ലോണം ഡൗണായി. പക്ഷേ അത് കുഴപ്പമില്ല. അത് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി വന്നു. ഡു യു റിയലി തിങ്ക് ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ജഡ്ജ്മെൻറ്റ് ശരിക്കും പ്രേക്ഷകർ ഉദ്ദേശിച്ചതാണോ? ആയിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡാകുന്നില്ല. കാരണം കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരു ഇഷ്യൂസോ ഒന്നും നമുക്ക് എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ജനങ്ങൾ എനിക്ക് നാലം തരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ സന്തോഷത്തോടെ അവിടെ വന്ന് നിന്നു, ഞാനത് സ്വീകരിച്ചു, ഞാൻ വന്നിരുന്നു. എനിക്ക് വേണ്ടത്, എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ടെൻഷൻ എൻ്റെ ഫോൺ കിട്ടി കഴിയുമ്പോൾ എനിക്ക് അറിയണം ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ. എനിക്ക് അതായിരുന്നു എൻ്റെ മെയിൻ ടെൻഷൻ. പക്ഷെ അത് കറക്റ്റായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ നല്ലോണം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതായിരുന്നു എൻ്റെ മെയിൻ സംഭവം. ബാക്കി ജനങ്ങൾ അവർക്ക് കൊടുത്തോ, 1 അവർക്ക് കിട്ടിയോ, ഇവർക്ക് 2 കിട്ടിയോ, അതൊന്നും ഞാൻ ബോധേഡേ അല്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിനെ ചുറ്റി കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. നോർമലി ഇറ്റ് ഇസ് ദെയർ, ബട്ട് ഇത്തവണ കുറച്ച് എക്സ്ട്രാ ആയിരുന്നു. പിന്നെ അഖിൽ മാരാറിന്റെ അക്യൂസേഷൻ അതും ഇതും കുറേ ഉണ്ടായിരുന്നു. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഡിഡ് യു ഹിയർ എനിത്തിങ്? ഞാൻ ഇതുവരെ ഒന്നും നോക്കില്ല. ഞാൻ രാത്രി ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ കിടന്നു. ഇപ്പോൾ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയാൻ പറഞ്ഞു റെഡിയായി. എനിക്ക് കൂടുതൽ ഇഷ്യൂസ് ഒന്നും അറിയാം. ഞാൻ പിന്നെ അങ്ങനെ കൂടുതൽ ഇഷ്യൂസ് തലയിടുന്ന ഒരാളുമല്ല. നിങ്ങളങ്ങനെ എന്നെ വലിയ കോൺട്രവേഴ്സിലൊന്നും നീ കാണാനും പോകുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാനിപ്പോൾ എൻ്റെ ഫോക്കസ് എൻ്റെ മൂവീസാണ്. അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകും. അല്ലാതെ ഇപ്പോൾ നല്ലോണം ഗെയിം പഠിച്ച് വന്ന് സാഹചര്യത്തിനനുസരിച്ച് ഗെയിം കറക്റ്റായിട്ട് കളിച്ചു. അദ്ദേഹം നേടി. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്തത്. അങ്ങനെ പുള്ളിക്കാരൻ അത് നേടിയെടുത്തു. അർഹിക്കുന്ന വിജയം തന്നെയാണ്. കുഴപ്പമില്ല. ജാസ്മിൻ 3ാം സ്ഥാനത്ത് എത്തേണ്ട ആൾ തന്നെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഫസ്റ്റ് ആർക്ക് സെക്കൻഡ് ഇവർക്ക് കിട്ടി, അതെന്തിനും അങ്ങനെ കിട്ടി, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നമ്മൾ സെൽഫിഷ് ആവുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും. വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് പ്രഷർ കയറി നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സും കൂട്ടി വെറുതെ നമ്മളെന്തിനാണ് വെറുതെ വയ്യാണ്ടാവുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി, ഓക്കെ ഗുഡ്, ബാക്കിയുള്ളവർ കിട്ടിയത് കിട്ടി, സന്തോഷം, ഞാനത് വിട്ടു. അല്ലാതെ ഞാൻ ബാക്കിയൊന്നും അവർ അർഹരാണോ അങ്ങനെയൊന്നും അതൊന്നും ഞാൻ ചിന്തിക്കാൻ പോയിട്ടില്ല. ഒരു ചോദ്യം കൂടി. സോ വാട്ട് ആർ ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പോൾ ഡ്രീംസ് ഒക്കെ ആക്ടിങ് അതാണ് പറയുന്നത്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഞാൻ അത് തന്നെയാണ്. അപ്പം എനിക്ക് നാട്ടിൽ ചെന്നിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട്, പരിപാടിയുണ്ട്. അപ്പം അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും സിനിമയുടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി എങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം.